ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൂമീസ് വ്ലോഗ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് വളരെയധികം ആരോഗ്യ ഗുണങ്ങളുള്ള മായമൊന്നും ചേർക്കാത്ത ഒരു ചെമ്പരത്തിപ്പൂ കൊണ്ടുള്ള സ്ക്വാഷ് ആണ് കേട്ടോ തയ്യാറാക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. അപ്പൊ ഈ ഒരു സ്ക്വാഷ് നമുക്ക് വളരെയധികം ഉപകാരപ്പെടുന്നതാണ്. വിരുന്നുകാർ വരുമ്പോഴായാലും നമ്മുടെ ശ്വാസകോശ രോഗങ്ങൾക്കായാലും അതുപോലെ തന്നെ മുടിയുടെ വളർച്ചയ്ക്കും എല്ലാം കൊണ്ടും നല്ലതാണ് ഈ ഒരു ചെമ്പരത്തിപ്പൂ കൊണ്ടുള്ള സ്ക്വാഷ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കുന്നതാണ്. നമ്മുടെ മുറ്റത്തും പറമ്പിലൊക്കെ വെറുതെ നിന്ന് പോകുന്നതാണ് ഈ ഒരു ചെമ്പരത്തിപ്പൂവ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് സ്ക്വാഷ് തയ്യാറാക്കുന്നത്. ഒരു ചെലവുമില്ലാതെ നമുക്ക് ഈ ഒരു സ്ക്വാഷ് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്നതാണ്. അപ്പൊ അതിനു വേണ്ടി 5 ഇതിലുള്ള ഒരു ചെമ്പരത്തിയാണ് നമുക്ക് വേണ്ടത്. 5 ഇതിലുള്ള ചെമ്പരത്തി തന്നെ നമ്മൾ എടുക്കണം കേട്ടോ. അതുകൊണ്ടാണ് തയ്യാറാക്കുന്നത്. അപ്പൊ ഞാൻ അതിന്റെ ഇതളുകളെല്ലാം പൊട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഇതളാണ് നമുക്ക് വേണ്ടത്. അപ്പൊ എല്ലാം ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് കുറച്ചുകൂടിയും കിട്ടിയിട്ടുണ്ട്. അപ്പൊ ടോട്ടൽ ഒരു 50ന്റെ അടുത്ത് തന്നെ എനിക്ക് ചെമ്പരത്തിപ്പൂ കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം കഴുകി എടുത്തതിന് ശേഷം ഞാനിവിടെ അതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 ലിറ്റർ വെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം നന്നായി തിളച്ചു വരുമ്പോ തന്നെ അതിന്റെ കളർ ഒന്ന് മാറി വരുന്നത് കാണാം. അപ്പൊ പൂവിന്റെ കളറെല്ലാം വെള്ളത്തിലേക്ക് നന്നായിട്ട് തന്നെ പിടിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതിൽ കളറൊന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. കളറൊന്നും ചേർക്കാതെയാണ് നമുക്ക് ഈ ഒരു കളർ കിട്ടിയിട്ടുള്ളത്. ഈ ഒരു പൂവിന്റെ കളറാണ് നമുക്ക് ഈ വെള്ളത്തിൽ കിട്ടിയിട്ടുള്ളത്. ഒരു മായവും ചേർക്കാതെയാണ് കേട്ടോ നമ്മൾ ഈ ഒരു സ്ക്വാഷ് തയ്യാറാക്കുന്നത്. നമുക്ക് പ്രത്യേകിച്ച് ഒരു ചെലവും ഇല്ലാതെയാണ് കേട്ടോ നമ്മൾ ഈ സ്ക്വാഷ് തയ്യാറാക്കുന്നത്. ഈ ഒരു ചൂട് സമയത്തൊക്കെ നമ്മൾ ഇത് തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ വിരുന്നുകാരൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എടുത്തു കൊടുക്കാവുന്നതാണ് ഈ ഒരു സ്ക്വാഷ്. ഇപ്പോൾ ഈ പൂവിന്റെ കളറെല്ലാം വെള്ളത്തിലേക്ക് നന്നായിട്ട് തന്നെ പിടിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചു മാറ്റണം. ഞാനിവിടെ അരിച്ചു മാറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് തന്നെ തിളച്ചു വരുമ്പോൾ നമുക്ക് അതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്യേണ്ടതുണ്ട്. ഞാൻ ഇതിലേക്ക് 400 ഗ്രാം പഞ്ചസാരയാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. 1 ലിറ്റർ വെള്ളത്തിനാണ് ഞാൻ 400 ഗ്രാം പഞ്ചസാര എടുത്തിട്ടുള്ളത്. അത്യാവശ്യം മധുരമുണ്ട്. അപ്പൊ ഇതൊന്ന് നമുക്ക് കുറച്ച് വറ്റിച്ചെടുക്കേണ്ടതുണ്ട്. പഞ്ചസാര ഇട്ട് തിളച്ചതിന് ശേഷം ഞാനിവിടെ കുറച്ച് ഏലക്ക കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഇവിടെ നന്നായി തിളപ്പിച്ചതിന് ശേഷം കുറച്ച് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 ചെറുനാരങ്ങയുടെ നീരാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. ഈ ഒരു ചെറുനാരങ്ങയുടെ നീര് ചേർക്കുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും അതിന്റെ കളർ നല്ലൊരു കളറായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് നല്ല രീതിക്ക് തന്നെ ഒരു തേൻ പരുവത്തിലാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത്. നാരങ്ങ നീരും കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ ഇനി ഒന്ന് തിളച്ചു വരേണ്ട താമസം മാത്രമേ ഉള്ളൂ. ആ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ലപോലെ തിളച്ചതിന് ശേഷം ഞാനിവിടെ ഫ്ലെയിം ഓഫായി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം അരിച്ച് ഒരു ബോട്ടിലാക്കി വെക്കാം. അങ്ങനെ നമ്മുടെ ചെമ്പരത്തിപ്പൂ കൊണ്ടുള്ള സ്ക്വാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ സ്ക്വാഷ് ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട്. ഞാൻ ഇതുപോലത്തെ ഒരു ഗ്ലാസ് ബോട്ടിലാണ് എടുത്തു വെക്കുന്നത്. 2 ആഴ്ച കാലൊക്കെ നമുക്കിത് പുറത്ത് വെച്ച് യൂസ് ചെയ്യാവുന്നതാണ്. അതെല്ലാം നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ആവാം. ഇനി നമുക്ക് ഈ സ്ക്വാഷ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഞാനിവിടെ കാണിക്കാം. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ എന്നും പറയുന്നത് പോലെ തന്നെ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ നല്ല നല്ല അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാനും ആരും മറന്നു പോകല്ലേ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.